സമയത്തിന്റെ ഉള്ളിൽ സ്ത്രീകളുടെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഞാനതാണ് വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. ശരീഅത്ത് ഒരിക്കലും അതിന്റെ വഴിയിൽ നിന്നിട്ടില്ല. ശരീഅത്ത് കൊണ്ടൊരു പ്രശ്നവും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുമില്ല. പ്രശ്നം വേറെ പലതുണ്ട് ഇന്ത്യ രാജ്യത്ത്. മോഡിയും ഇന്ത്യ ഗവൺമെന്റും ആദ്യം അതൊക്കെ തീർത്ത് വരട്ടെ. മോഡി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ രാജ്യത്ത് ടോയ്ലറ്റ് ഇല്ലാന്ന്. അനവധി ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ട് മതി ഇസ്ലാമിക ശരീഅത്തിന്റെ മുകളിൽ കൈവക്കൽ എന്ന് ഞങ്ങള് ഞാനതാ പറഞ്ഞത്. തങ്ങളവരുടെ നേതൃത്വത്തിൽ ഇടക്കാലത്ത് നടന്ന നീക്കം ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാ മുസ്ലിം സംഘടനകളും പണ്ട് ഏത് പ്രകാരം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ശൈഖുന നമ്മുടെ ഉസ്താദും മൺമറിഞ്ഞു പോയ അവർ ശരീരായ ആളുകൾ ആ ഉന്നത ശിക്ഷ ആളുകൾ വിളിച്ചപ്പോ വന്നോ അതുപോലെ മുസ്ലിം സംഘടനകളൊക്കെ വന്നു. എല്ലാവരും വന്നു. ഒരു സംഘടന വന്നില്ല, അത് വരൂല്ല, പണ്ടും വന്നിട്ടില്ല. അതുകൊണ്ടൊരു കേടും കൊണ്ട് പറ്റിയിട്ടുമില്ല. അതുകൊണ്ടൊരു കേടും പണ്ടും പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റൂല. അതിങ്ങനെ പുതിയാപ്പളിനെ വിളിച്ച മാതിരി അങ്ങനെ വിളിച്ചാ പോരാ, ഇങ്ങനെ വിളിച്ചാ പോരാ, തേടി വരണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്ത് അപകടപ്പെടുമ്പോഴാണ് ഈ മാതിരി വർത്തമാനം പരിഹാസ്യം എന്നല്ലാതെ മറ്റെന്താണ് പറയാ. പക്ഷെ എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വന്നപ്പോ അവിടെ വന്നു. വളരെ കർമാത്മകമായ ഒരു പരിപാടിയാണ്. ഇവിടെ ഒരു പ്രമേയം നമ്മൾ പാസ്സാക്കി നമ്മളെ ശക്തി തെളിയിച്ചത് മാത്രമല്ല, കേരളത്തിൽ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അണിനിർത്തി. പ്രതിപക്ഷം മുസ്ലിം ലീഗിനോട് മുൻകൈയെടുക്കാൻ തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മുൻകൈയെടുത്തു. ഞങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നണി അതിന്റെ കൂടെ വന്നു. ആ മുന്നണി എന്ന് ഇപ്പൊ ഭരിക്കുന്ന കക്ഷിക്കാരോട് പറഞ്ഞു. അവരും ഇതിന്റെ അപകടം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങൾ കേരളത്തിൽ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കേരളത്തിൽ നടത്തിയ നീക്കം ഒരു സർവ കക്ഷി അഭിപ്രായമായി തന്നെ, കേരളത്തിന്റെ അഭിപ്രായമായി തന്നെ ഇന്ത്യയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഫാസിസ്റ്റ് നീക്കം തീർച്ചയായും ചെറുക്കപ്പെടും, യാതൊരു സംശയവുമില്ല. ഇതിനുവേണ്ടി സമസ്ത ഏതറ്റം പോകുന്നോ ആ അറ്റം വരെ ഞങ്ങളുണ്ടാവും. തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഉണ്ടാവും, മുന്നണി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ കക്ഷികളും ഉണ്ടാവും. ഇപ്പോ